എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഈ കൊടും ചൂടിൽ 2 ക്യാരറ്റും പാലും കൊണ്ടൊക്കെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കിട്ടിലൻ ടേസ്റ്റിലുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി കേട്ടോ. എല്ലാവരും ഉറപ്പായിട്ടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടു നോക്കാം. നമ്മുടെ ഈ ക്യാരറ്റ് കൊണ്ടുള്ള ഡ്രിങ്ക്സ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ക്യാരറ്റാട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇതിപ്പോൾ മീഡിയം സൈസുള്ളതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് ഒന്നും കട്ട് ചെയ്തെടുക്കണം. കടുത ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കറിലേക്ക് മാറ്റി നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മീഡിയത്തിലിട്ട് 2 വിസിൽ കേൾപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് വേവിച്ചെടുക്കാം. ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ. അങ്ങനെ ഒരു 2 വിസിലൊക്കെ കേൾപ്പിച്ച് പ്രഷറൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തതാണ്. ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് കുത്തി നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ ശരിക്കും ഒന്നിങ്ങ് തണുത്ത് വരണം. അപ്പോൾ അതവിടെ നന്നായിട്ട് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് കുറച്ച് നമ്മുടെ ചിയാ സീഡ് ഉണ്ടല്ലോ, നമ്മുടെ കസ്കസ്, അതെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് വെക്കണം, ഒന്ന് കുതിരാനായിട്ട്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അത് അവിടെ ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഒന്നും കുതിർന്ന് വന്നോളും. അപ്പോൾ നമ്മുടെ തണുത്ത് വന്നിരിക്കുന്ന ക്യാരറ്റൊക്കെ മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ വേവിച്ച വെള്ളമൊന്നും കളയണ്ട. ആ വെള്ളത്തെപ്പാട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ലല്ലോ, കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആ വെള്ളത്തോട് കൂടി തന്നെ. ഇനി മധുരത്തിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് ആണെന്നെങ്കിലും നല്ലതാണ്. ഇത്രയും മതി പഞ്ചസാര. ഒരുപാട് കൂടുതലായി പോയി കഴിഞ്ഞാലും ഭയങ്കര മധുരമായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഇനിയിപ്പോൾ വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലെടുത്ത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് തണുപ്പിച്ചെടുത്താൽ കേട്ടോ. അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഈ സമയത്ത് ക്യാരറ്റും അതേപോലെ തന്നെ പഞ്ചസാരയും എല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ മാത്രമായിട്ടുള്ള പാൽ മാത്രം ചേർത്താൽ മതി. ഇതേപോലെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിനകത്തേക്ക് മെയിൻ ചേരുവയായിട്ടുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നത്. ഐസ്ക്രീം ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ അത്രയും മതി. ഞാനിപ്പോൾ വാനില ഐസ്ക്രീം ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാക്കി വന്ന പാൽ മുഴുവൻ ചേർത്ത് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്നുങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ജ്യൂസിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ആ ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ നേരത്ത് ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അനാറും അതേപോലെ തന്നെ ഒരു ആപ്പിളിൻ്റെ പകുതിയും ഒരു ചെറിയൊരു പഴവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലയെന്ന് കരുതിയും ഒരു കുഴപ്പമില്ല. ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്കസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ജ്യൂസിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഐസ്ക്രീം ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ കയ്യിൽ ചൗരൊക്കെ വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് ജ്യൂസിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തണുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വിരുന്നുകാരൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് തണുത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ചൂടത് എത്രത്തോളം തണുത്ത് കഴിക്കാമോ അത്രത്തോളം നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് കമൻസൊക്കെ അറിയിക്കുക. വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുതിർത്തി വെച്ച് നമ്മുടെ കസ്കസും ഇതേപോലെ ഒന്നും മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ ഒരു വെയിലത്ത് ഈ ജ്യൂസ് ഉണ്ടാക്കി നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.